ഹലോ വ്യൂവേഴ്സ്, നമ്മളിപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. നമ്മളിവിടെ വന്ന് ഇറങ്ങിയത് കന്യാകുമാരിയിൽ നിന്ന് പുനെ വരെ പോകുന്ന ട്രെയിനിലാണ്. ഒത്തിരി ട്രെയിനുകൾ തിരുപ്പതിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നും. തിരുപ്പതിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് റെനികുണ്ട തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട് തിരുപ്പതിയിൽ നിന്ന്. അവിടേക്കായാലും നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നുള്ളൂ. പിന്നെ ഫ്ലൈറ്റ് മാർഗമാണെങ്കിൽ റെനികുണ്ടയിലാണ് എയർപോർട്ട് വരുന്നത്. പിന്നെ ബസ് മാർഗം ഒത്തിരി പ്രൈവറ്റ് ബസ്സുകളും നമ്മുടെ തിരുപ്പതിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. തിരുമല വെങ്കടേശ്വര ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ ക്ഷേത്രം അറിയപ്പെടുന്നത്. അത് തിരുപ്പതി മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും രാവിലെ നമ്മൾ ഇറങ്ങി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ടുള്ള തിരുമലയിലേക്കുള്ള യാത്ര ആരംഭിക്കാം. ഈ ഹോട്ടലിലാണ് കയറിയത്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു നെയ് റോസ്റ്റും ഒരു കോഫിയാണ്. ഞാൻ താമസിക്കുന്നത് റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിനും ഏകദേശം അടുത്താണ്. വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ ഈ രണ്ട് സ്ഥലത്തിലേക്കുമുള്ളത്. ഇതിവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. മഹാത്മാഗാന്ധി സർക്കിളാണ് ഇതിനറിയപ്പെടുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഓരോ 2 മിനിറ്റിലും തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് നേരിട്ട് ബസ് സർവീസുകളുണ്ട്. അതുപോലെ തന്നെ ചെന്നൈ, ബാംഗ്ലൂർ, വെല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും നേരിട്ട് ബസ്സുകൾ ലഭിക്കുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി ബാലാജി ക്ഷേത്രം. മിക്കവാറും വർഷം മുഴുവൻ തിരക്കേറിയതാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് തിരുമലയിലെ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ പ്രതിദിനം 50,000 മുതൽ 1,00,000 ഭക്തർ വരെ എത്താറുണ്ട്. അതിനാൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. TTD തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത്. ആ ഒരു ട്രസ്റ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ഇവിടത്തെയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടക്കുന്നത്. ആന്ധ്ര സർക്കാരിൻ്റെ, അതായത് APSRTCയുടെ ബസ്സുകളാണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്താണ് തിരുപ്പതി എന്ന ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരറ്റത്താണ് നമുക്ക് തിരുമലയിലേക്ക് പോകുന്ന ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൽ ദീർഘദൂര യാത്രയ്ക്കുള്ള ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്ന സ്ഥലമാണ്. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് non-AC ബസ്സും അതുപോലെ തന്നെ AC ഇലക്ട്രിക് ബസ്സും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. non-AC ബസ്സിനാണെങ്കിൽ ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് വരുന്നത് 160 രൂപയാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് എടുത്താൽ അവിടെ നിന്ന് നമുക്ക് ഏത് ബസ്സിന് വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് തിരുപ്പതിയിലേക്ക് തിരിച്ചു വരാം. അത് 3 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് ആ ടു ആൻഡ് ഫ്രോ ടിക്കറ്റിന്. നമ്മൾക്ക് പോവേണ്ട ബസ്സുകൾ ഇവിടെ നിരനിരയെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ ഇലക്ട്രിക് ബസ് ഇപ്പോൾ ഓടുന്നില്ല, ഇലക്ട്രിക് ചാർജിങ് കഴിഞ്ഞാലേ അത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നോർമൽ non-AC ബസ്സിന് തന്നെ 160 രൂപ മുടക്കി ടു ആൻഡ് ഫ്രോ ടിക്കറ്റ് എടുത്തു. നമുക്ക് കാണാൻ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ AC ബസ്സുകളാണ്. അതൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ആയിട്ടും ഇട്ടിരിക്കുകയാണ്. ഒരു ബസ് ചാർജ് ചെയ്ത് പോയി തോന്നുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 853 മീറ്റർ ഉയരത്തിലാണ് തിരുമല കുന്നുകളിൽ ഈ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഈ ക്ഷേത്രം സന്ദർശിച്ച് വെങ്കടേശ്വര ഭഗവാന്റെ അനുഗ്രഹം തേടുന്നത് ഐശ്വര്യവും സംതൃപ്തിയും ആത്മീയ പ്രബുദ്ധതയും നൽകുമെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ഇവിടെ ഈ ക്ഷേത്രം മാത്രമല്ല, പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമാണ് ഈ തിരുപ്പതി തിരുമല മലനിരകൾ. തിരുമലയിലേക്കുള്ള യാത്രയുടെ പ്രധാന ഭാഗം, മെയിൻ എൻട്രി ഇതാ എത്തിയിരിക്കുന്നു.
ആ കവാടം കടന്നാണ് നമ്മൾ പോകേണ്ടത്. കവാടം കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെക്ക് ഇൻ പോയിന്റ് ഉണ്ട്. നമ്മൾ ബാഗ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ബാഗ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടെ സ്കാൻ ചെയ്ത് നമ്മളെയും സ്കാൻ ചെയ്ത് ബസ്സും സ്കാൻ ചെയ്ത് ബസ് നമ്മൾ പ്രൈവറ്റ് വാഹനത്തിൽ വേണമെങ്കിൽ പോകാം. ഞാൻ 1.5 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഫാമിലി ആയിട്ട്. അപ്പം നമ്മുടെ വണ്ടി ഇതുപോലെ തന്നെ ബാഗേജൊക്കെ ഇറക്കി സ്കാൻ ചെയ്ത് പിന്നെ കുറച്ച് മാറിയ ആൾക്കാർ നിന്ന് അവിടെ പോയി നമ്മൾ വണ്ടിയിൽ ആളുകൾ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ചെക്കിങ് പരിപാടി കഴിഞ്ഞത് ബസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം തന്നെ വരും. നമ്മൾ അതിൽ കയറി തിരുമലയിലേക്ക് പോകണം. തിരുപ്പതി വരാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ചെയ്യേണ്ടത് ദർശനം ബുക്ക് ചെയ്യലാണ്. ബസ്, ട്രെയിൻ, മറ്റുള്ള യാത്രാമാർഗ്ഗങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാം. പക്ഷേ ദർശനം അതൊരു 3 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യേണ്ടി വരും. 2 തരത്തിലാണ് മെയിൻ ദർശനം ഇരിക്കുന്നത്. ഒന്ന് സ്പെഷ്യൽ എൻട്രി ദർശനം. അതിന് 300 രൂപയാണ് ചിലവ് വരുന്നത്. നമുക്കൊരു 5-6 മണിക്കൂർ ക്യൂ നിന്നാൽ മതി, ദർശനം ലഭിക്കുന്നതാണ്. പിന്നെ വരുന്നത് ഫ്രീ ദർശനമാണ്, സർവ്വദർശൻ. അത് പക്ഷേ ചിലപ്പോൾ 15-18 മണിക്കൂറൊക്കെ ചിലപ്പോൾ ക്യൂ നിൽക്കേണ്ടി വരും. ഇന്ത്യയിലുടനീളമുള്ള വിവിധ TTD കൗണ്ടറുകൾ, TTD എന്ന് പറഞ്ഞാൽ തിരുപ്പതി തിരുമല ദേവസ്ഥാനം, അവിടെ നിന്ന് നിങ്ങൾക്ക് ദർശന ടിക്കറ്റ് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്യാം. ആധാർ കാർഡൊക്കെ വേണം. ആധാർ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് നമുക്ക് ഓൺലൈനിലും ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ടൈം സ്ലോട്ട് തരും. ആ ഒരു ടൈം സ്ലോട്ടിലായിരിക്കണം നമ്മൾ അവിടെ ക്യൂ കോംപ്ലക്സിൽ എത്തിപ്പെടേണ്ടത്. സർവ്വദർശനത്തിന് പോകുന്നവർ വൈകുണ്ഠം ക്യൂ കോംപ്ലക്സിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. തിരുമലയിലേക്ക് നടന്നു കയറുന്നവരുമുണ്ട്. ഈ പാതകളെ സോപാന മാർഗ്ഗങ്ങൾ എന്നാണ് വിളിക്കുന്നത്. 2 സോപാന മാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രാചീനമായത് മലകളുടെ താഴ്വാരത്തിലുള്ള അലിപ്പിരിയിൽ നിന്നാണ്. 11 കിലോമീറ്റർ നീളമുള്ള ഈ നടപ്പാതയാണ് സാധാരണ ഉപയോഗിക്കുന്ന പാത. മറ്റൊരു സോപാന മാർഗ്ഗം ശ്രീവരിമേട്ടാണ്. അത് ചന്ദ്രഗിരിയിൽ നിന്ന് ആരംഭിക്കുന്നു. അതിൻ്റെ ദൂരം 6 കിലോമീറ്ററാണ്. ഘാട്ട് റോഡുകളിൽ വാഹനം തകരാറായാൽ TTD അതിൻ്റെ ഓട്ടോമൊബൈൽ ക്ലിനിക്ക് വഴി ഓരോ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിരക്കുകൾ ഈടാക്കി സേവനം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തീർത്ഥാടകർക്ക് അലിപ്പിരിയിലെ ടോൾ ഗേറ്റിലോ അല്ലെങ്കിൽ തിരുമലയിലെ GNCയിലോ അടിയന്തര സഹായത്തിനായി 0877-226-3636 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, വേ ടു 300 ദർശനം, വൈകുണ്ഠം ക്യൂ കോംപ്ലക്സ് 1-2. സർവ്വദർശനം അങ്ങോട്ട് തന്നെ. കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ വിഷ്ണുവിൻ്റെ അവതാരമായ വെങ്കടേശ്വരൻ ഈ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
പല്ലവർ, ചോളർ, വിജയനഗരം എന്നിവയായിരുന്നു ക്ഷേത്രത്തെ സേവിച്ചിരുന്ന ചില പ്രധാനപ്പെട്ട രാജവംശങ്ങൾ. റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യത്തെ ഔദ്യോഗിക ഭരണം സ്ഥാപിച്ചത് മറാത്ത ജനറൽ റഘോജി ഭോസലെയാണ്. ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം കൂടാതെ വേറെയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ തിരുമലയിലും തിരുപ്പതിയിലുമായിട്ടും ഉണ്ട്. അതിലൊന്നാണ് പത്മാവതി ക്ഷേത്രം, പിന്നെ കപിലതീർത്ഥം ക്ഷേത്രം, ശ്രീ കല്യാണ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രം, ഇസ്കോൺ ക്ഷേത്രമൊക്കെയാണ് ഉള്ളത്.
നമ്മൾ ഒരു ടാക്സി, ഷെയർ ടാക്സി വിളിച്ചു. 200 രൂപയാണ് ആളൊന്നിന്. അപ്പോൾ അവിടെ നിന്ന് ഇവർ ഈ കാർഡ് കാണിച്ച്, ഈ കാർഡിൽ കാണിക്കുന്ന എല്ലായിടത്തേക്കും കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. ശ്രീവരി പാതലു, സിലൈ തോരണം, ചക്രതീർത്ഥം, വേണുഗോപാൽ സ്വാമി ടെമ്പിൾ, ആകാശഗംഗ, പാപവിനാശം. ആദ്യം വിസിറ്റ് ചെയ്യുന്നത് വേണുഗോപാൽ സ്വാമി ടെമ്പിളാണ്. അവിടേക്കുള്ള ആർച്ചാണ് ഈ കാണുന്നത്. 2 സൈഡിലും ഒത്തിരി കടകളൊക്കെ ഉണ്ട്. ഇതാണ് ആ ക്ഷേത്രം. നമ്മൾ ക്ഷേത്രത്തിനകത്തേക്കൊന്നും കയറുന്നില്ല. ക്ഷേത്രത്തിൽ പൂജാരിയൊക്കെ പുറത്തിരുന്ന് കാശ് മേടിച്ച് പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഹനുമാൻ്റെ ഒരു വിഗ്രഹം എന്ന് പറയാം, ഒരു കൊത്തുപണി. അതിൽ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഏതോ ഒരു ബാബാജിയെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹിന്ദിയിലും തെലുങ്കിലുമാണ്. ഇതാ അവിടെ പിന്നെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ കൊച്ചു വന്ന് അവിടെ നോക്കുന്നു. ചിലവർ അവിടെ നിന്ന് സെൽഫി എടുക്കുന്നു. ക്ഷേത്രം കാണാനൊക്കെ ഭംഗിയുണ്ട്. കാടിൻ്റെ നടുക്കുള്ള ക്ഷേത്രമാണ്. ഇതാ ഞാൻ പറഞ്ഞത് കണ്ടോ, അവിടെ കാശൊട്ടിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാർ. ശ്രീ സങ്കടമോചന ഹനുമാൻ. അത് വേറെ ഒരു പ്രതിഷ്ഠയാണ്. കടകമ്പോളങ്ങൾ കണ്ടിട്ട് നമ്മൾ വാഗമൺ, അതുപോലെ കൊടൈക്കനാലൊക്കെ പോയിട്ടുള്ള ഒരു ഫീല് അല്ലേ. പലതും സ്റ്റെപ്പ് ഒത്തിരി കയറാനുണ്ട്. ഇറങ്ങാനാണെങ്കിൽ പിന്നെ ആ സ്റ്റെപ്പ് മുഴുവൻ തിരിച്ചും കയറണമല്ലോ. ഇങ്ങോട്ട് ബസ് സർവീസൊക്കെ ഉണ്ട്. ഞാൻ ബസ്സിൽ വരാമെന്നാണ് ആദ്യം ആലോചിച്ചത്. പക്ഷെ പിന്നെ ഓരോ സ്ഥലത്തിറങ്ങി പിന്നെ അടുത്ത ബസ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അതിലും നല്ലത് ഈ ഒരു ടാക്സിക്കാരൻ നേരെ നമ്മുടെ അടുത്തേക്ക് വന്നു, കാർഡ് കാണിച്ചു, എന്നാൽ ശരി പോയേക്കാം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി. വൈൽഡ് ലൈഫ് ഒക്കെ ഉള്ള ഒരു കാർഡാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൊറോണയുടെ സമയം അമ്പലമൊക്കെ അടച്ചിട്ടേക്കായിരുന്നല്ലോ. ആ സമയം ഇവിടെയൊക്കെ ബെയറും അല്ലെങ്കിൽ കരടി, പുലിയൊക്കെ വന്നതായിട്ട് നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് ആകാശഗംഗ. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗംഗ പോലെ ഒരു വെള്ളം ഒഴുകുന്നതാണ്. പക്ഷെ കണ്ടു നോക്ക്, ചെറിയ പൈപ്പിൽ എന്തോ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിനേക്കാളും വെള്ളം നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള തോട്ടിക്കൂടെ ഒഴുകുന്നുണ്ട്. ഇതൊരു അത്ഭുതമായിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ. കാരണം ചിലർ ഭയങ്കര വിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ വന്ന് പൂജ ചെയ്യും, ക്ഷേത്രത്തിൽ കാണിക്ക സമർപ്പിക്കും. ഇതുപോലുള്ള സ്റ്റെപ്പുകളാണ് പണി തരുന്നത്. ഇറങ്ങാൻ സുഖമായിരുന്നു. കയറി വന്നു കഴിഞ്ഞാൽ ശരിക്കും കിതച്ച് കുറച്ചു നേരം അവിടെ വിശ്രമിക്കേണ്ടി വരും. കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള എന്തോ ഒരുക്കങ്ങൾ ഇവിടെ കാണാം. അതിനുവേണ്ടി സിമെൻറ്റിൽ പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയൊരു സമുച്ചയമാക്കാനായിരിക്കും ഉദ്ദേശം. അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ടാറ്റാ സുമോ പോവുകയാണ്. കാടൊക്കെ ഉണ്ട്, പക്ഷേ കാണാൻ ഭംഗിയുള്ള മരങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ മരങ്ങൾ. ഇതാണ് പാപവിനാശം. പാപവിനാശം ബസ് സ്റ്റാൻഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും കച്ചവട സ്ഥാപനങ്ങളുണ്ട്. കക്കയൊക്കെ വെച്ച്, കടൽ തീരാണോ ഇത്?
ഈ കാണുന്നതാണ് പാപവിനാശം ഡാം. ഡാമിൻ്റെ ഒരു ഭാഗം, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം. പിന്നെ കാണാനുള്ളത് ചെറിയൊരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇതിനകത്തൂടെ തീർത്ഥം പോലെ അവിടെ വെള്ളം വരുന്നു, അതിൽ കുളിക്കാൻ ആൾക്കാരുണ്ട്. എന്തിനാണാവോ? ഇതാണ് സിലൈ തോരണം, അതായത് കല്ലുകൊണ്ടുള്ള ഒരു ആർച്ച് അലങ്കാരം എന്നൊക്കെ പറയാം. 2500 ദശലക്ഷം വർഷം പഴക്കമുള്ളതാണ് ഈ കല്ലുകൾ എന്നാണ് പറയപ്പെടുന്നത്. వస్తున్నా നമ്മൾക്കിനി തിരുപ്പതിയിലേക്കുള്ള ബസ് ഏതെങ്കിലും ബസ്സിൽ കയറി നമുക്ക് തിരിച്ച് തിരുപ്പതിയിലേക്ക് പോകാം. അപ്പോൾ തിരുമലയിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നു. തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് 2 റോഡുകളുണ്ട്. ഒരു റോഡ് മല കയറുവാനും മറ്റൊരു റോഡ് മല ഇറങ്ങുവാനും. നമ്മൾ മല ഇറങ്ങുന്ന റോഡിൻ്റെ ഒരു സൈഡിലാണ് നടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ള പാത ഒരുക്കിയിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്കും രാത്രി 1 മണിക്കും ഇടയിൽ മാത്രമേ ഇവിടെ വാഹന ഗതാഗതം അനുവദിച്ചിട്ടുള്ളൂ.
നമ്മൾ തിരിച്ച് തിരുപ്പതിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഈ വീഡിയോയുടെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ തീരുകയാണ്. ഇനി നമുക്ക് നടന്ന് നമ്മുടെ റൂമിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.